ഇനി ധൈര്യമായി ചായക്കൊപ്പം കടിയും വാങ്ങിക്കോ, മൊത്തത്തിനും കാശു കുറയാൻ പോകും. GST കുറവിന്റെ മെച്ചം ലഘുഭക്ഷണങ്ങളിലും ലഭിക്കും. നേരത്തെ ചുമത്തിയിരുന്ന 18% സ്ലാബിൽ നിന്ന് ലഘുഭക്ഷണങ്ങളുടെ GST 5% എന്ന താഴ്ന്ന സ്ലാബിലേക്ക് മാറിയിരിക്കുകയാണ്. പഴംപൊരി, വട, അട, കൊഴുക്കട്ട തുടങ്ങിയ ലഘുഭക്ഷണങ്ങളുടെ വില ഇതുമൂലം കുറയും. മുൻപ് 12% സ്ലാബിൽ നികുതി ചുമത്തിയിരുന്ന മിക്സർ, വേഫറുകൾ തുടങ്ങിയവയും 5% സ്ലാബിലേക്ക് മാറിയിട്ടുണ്ട്. സെപ്റ്റംബർ 22 മുതലാണ് പരിഷ്കരിച്ച GST നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. ബേക്കറികളിൽ പഴംപൊരിയുടെ വിലയിൽ 10% കുറവാണ് ഉണ്ടാവുക. വൻകിട ലഘുഭക്ഷണ നിർമ്മാതാക്കളും ബേക്കറികളും വില കുറയ്ക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. ഏകദേശം 10 രൂപ വിലയുള്ള പഴംപൊരിക്ക് 1 രൂപയുടെ കുറവാണ് ഉണ്ടാവുക. എന്നാൽ GST കുറച്ചതിന്റെ നേട്ടം തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന ആശങ്കയും ബേക്കറി ഉടമകൾ പങ്കുവയ്ക്കുന്നുണ്ട്. വനസ്പതി പോലുള്ള ഉൽപ്പന്നങ്ങൾക്ക് 5% നികുതി നൽകുകയും അതിനുള്ള ഇൻപുട്ട് ക്രെഡിറ്റ് നേടുകയും വേണം. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ബേക്കറി ഉൽപ്പന്നങ്ങളുടെ ഇൻപുട്ടുകളുടെ വിലയിൽ ഉണ്ടായ വർധനവ് അസാധാരണമാണ് എന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. പരമ്പരാഗത ലഘുഭക്ഷണങ്ങൾക്ക് വ്യത്യസ്ത നികുതി നിരക്ക് ചുമത്തുന്നത് നേരത്തെ ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിരുന്നു. ഉദാഹരണമായി പഴംപൊരിക്ക് 18%, ഉണ്ണിയപ്പത്തിന് 5%ആയിരുന്നു നികുതി. പറോട്ട, റൊട്ടി തുടങ്ങിയവയ്ക്ക് 18% നികുതി ചുമത്തിയിരുന്നു. അതേസമയം ബ്രെഡിനെ ഒഴിവാക്കിയിരുന്നു. എല്ലാ ലഘുഭക്ഷണങ്ങൾക്കും രുചികരമായ ഭക്ഷണങ്ങൾക്കും 5% നികുതി നിരക്ക് ഏർപ്പെടുത്തിയത് ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതാണ്. സെപ്റ്റംബർ 22 മുതൽ മിക്ക ബേക്കറികളിലും ഉൽപ്പന്നങ്ങൾക്ക് 7 മുതൽ 10% വരെ വിലക്കുറവിൽ ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് ഇനി കുടിക്കൊപ്പം കടിയും കൂടി ആയിക്കോട്ടെ.